നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മെസ്സിയും നെയ്മറും എംബാപ്പയ്ക്കും ഒക്കെ മുന്നിൽ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കായിക താരമുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് മലയാളിക്ക് നഷ്ടപ്പെട്ട മലയാളികളുടെ സ്വന്തം ക്യാപ്റ്റൻ BP സത്യന്റെ ഓർമ്മകൾ പ്രോജ്വലിക്കുന്ന, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ഒരു വീട്ടിലെയാണുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക്. പിഴക്കാത്ത ഉന്നവും തളരാത്ത പ്രതിരോധവുമായി ഇന്ത്യൻ ഫുട്ബോളിനെ നയിച്ച ക്യാപ്റ്റൻ VP സത്യൻ ഓർമ്മയായിട്ട് നാളെ 20 വർഷം പൂർത്തിയാകുകയാണ്. പാനൂരിന് ഒരു വിളിപ്പാടകലെ മേക്കുന്നിലാണ് BP സത്യൻ ജനിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് ഗോപാലൻ നായർ കണ്ണൂരിലേക്ക് സ്ഥലം മാറിപ്പോയപ്പോഴാണ് സത്യൻ ഫുട്ബോളിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കണ്ണൂരിലെ മൈതാനങ്ങളിലാണ് സത്യൻ പന്ത് തട്ടി തുടങ്ങിയത്. തുടർന്ന് ലക്കി സ്റ്റാറിലൂടെ വളർന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധേയനാവുകയായിരുന്നു. 17-ാം വയസ്സിൽ സംസ്ഥാന സീനിയർ ടീമിൽ അംഗമായി. 1984-ൽ ചെന്നൈയിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ചു. കേരള പോലീസിന്റെയും കേരള ഫുട്ബോളിന്റെയും വിജയ ചരിത്രങ്ങളിൽ എപ്പോഴും സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഒരധ്യായം VP സത്യന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. VP സത്യേട്ടന്റെ ഓർമ്മകളുള്ള ഒരു വീടാണ്. നിങ്ങളുടെ അച്ഛന്റെ മരുമകനാണ് അല്ലെ, പെങ്ങളെ മകനാണ്. ഒരുപാട് ഓർമ്മയുണ്ടാവും കുട്ടിക്കാലത്ത്. ഒരുപാട് സത്യേട്ടന്റെ ഓർമ്മകളുണ്ട്. എന്തൊക്കെയാണത്? സത്യേട്ടൻ വന്നാൽ നമ്മൾ എവിടെയാണ്? സത്യേട്ടന്റെ വീട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. വന്നാൽ തറവാട് ഈ വീട്ടിലാണ് ഉണ്ടാവുക. എല്ലാവരും ഇവിടെ തന്നെയാണ് താമസം ഉണ്ടാവുക. കല്യാണത്തിന്റെ കുറച്ച് മുന്നെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതല്ല. അതുവരെ ഇവിടെ തന്നെയാ. നമ്മളെ കുട്ടി എല്ലാവരും പോകും. അതല്ലേ, സത്യേട്ടന് കിട്ടിയ ട്രോഫികളും മൊമെന്റുകളും ഒക്കെ ഈ വീട്ടിലുള്ളത്. അതെ അതെ, അദ്ദേഹത്തിന്റെ നല്ല മൊമെന്റ്. കുറച്ച് സത്യേട്ടന്റെ വൈഫിന്റെ കോഴിക്കോട് കുറെ, പിന്നെ തിരുവനന്തപുരത്തിലുള്ള സമയത്ത് അവിടെ തന്നെ വെച്ചിട്ടെല്ലാം വന്ന് അവിടെ അങ്ങനെ നഷ്ടപ്പെട്ട്. ഈ തൊപ്പിക്കൊരു ചരിത്രമുണ്ട്. അദ്ദേഹം CI ആയ സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ജയസൂര്യ അഭിനയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയിൽ കൊണ്ടുപോയിട്ടുണ്ട്. യൂണിഫോം എപ്പെല്ലാം കൊണ്ടുപോയിട്ട് അവർ ഒറിജിനലായിട്ട് ഉപയോഗിച്ചല്ലോ ഈ തൊപ്പി യൂണിഫോം ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിൽ. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ടപ്പോ എന്താണ് ആ ഒരു പ്രായത്തിൽ, വളരെ ചെറുപ്പമാണെന്നറിയാം, എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു? വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു അന്ന്. ഞാൻ വടകര ഉണ്ടായിരുന്നു. അപ്പം എന്നെ എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ബ്രദർ അച്ഛനെല്ലാം ഊട്ടിയിലാണ് ബിസിനസ്. അപ്പൊ അവരെ വിളിച്ച് അവരും അപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ കാര്യങ്ങള്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അനുദയിച്ചൊക്കെ മകളുടെ കൂടെ ആസ്ട്രേലിയ, കാനഡ. മകള് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് കാനഡയിലാണ്. അതല്ലേ, ചേട്ടന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ കായിക ചരിത്രത്തിന്റെ ഓർമ്മകളാണ്. ഒരിക്കലും നേടാൻ പറ്റാത്ത ഒരുപാട് കപ്പുകൾ കൊണ്ടുതന്ന മഹാനായ ഒരു കലാകാരൻ അല്ലെ. ഒരു സമയത്തുള്ള സത്യേട്ടൻ, ഷർഫ് അലി, വിജയനെല്ലാം കുറച്ച്, പിന്നെ ആ സമയത്തുള്ള കുറച്ച്, അതെ അതെ, പാപ്പച്ചൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ അനുദയിച്ച് തന്നെ ഓർത്തെടുത്തിട്ടുണ്ട്. പണ്ട് അയ്യം വിജയൻ അവരുടെ കൂടെ താമസിച്ച അനുഭവമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെയൊക്കെ കിടക്കുക, നമ്മളിവിടെ തന്നെ എല്ലാവരും കിടക്കും. അങ്ങനെ ഒരുപാട് സത്യേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഷറഫ് അലി. ഒരേ റൂമിലാണ് കാലങ്ങളായിട്ടില്ല. അത് മരിക്കുന്ന ഒരു ഇവിടെ ചെന്നൈയിൽ പോയ ആ ഒരു കുറച്ചൊരു കാലയളവ് ഒഴിച്ച് ബാക്കിയെല്ലാം മകളുടെ കല്യാണത്തിന് ഒരുവിധ എല്ലാ താരങ്ങളും കോഴിക്കോട് ഒരുവിധ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. 1985-ലാണ് സത്യൻ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടിയത്. പ്രസിഡന്റ് ഗോൾഡ് കപ്പ്, 91-ലെ കൊളംബോ സാഫ് ഗെയിംസിൽ പങ്കാളിത്തം. അതേ വർഷം ലോകകപ്പ് ക്വാളിഫയിങ് മത്സരത്തിൽ ഇന്ത്യൻ നായകൻ. ഓർമ്മകൾ ഒരുപാട് സമ്മാനിച്ചാണ് 2006 ജൂലൈ 18-ന് ഇതിഹാസ താരം VP സത്യൻ തന്റെ ബൂട്ട്സ് അഴിച്ചു വെച്ചത്. VP സത്യൻ ഇന്ത്യൻ കായിക രംഗത്തിന് നൽകിയ അപൂർവമായ സംഭാവനകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വിസ്മൃതിയിലേക്ക് വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് VP സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ. VP സത്യന്റെ ഓർമ്മകൾ കുടുംബിരി കൊള്ളുന്ന VP സത്യൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിലാണ് ഞാനുള്ളത്. എന്റെ കൂടെയുള്ളത് ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രേട്ടനാണ്. സുരേന്ദ്രേട്ട, സത്യേട്ടനെ
എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? സത്യേട്ടനെ ഓർക്കുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരാണ് സത്യേട്ടൻ. അങ്ങനെ സത്യേട്ടന് ഒരു പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ആണെങ്കിലും ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഒരു സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരനെ പോലെ റോഡിലും ചായക്കടയിലും എല്ലാ കടകളിലും സാധാരണ സത്യേട്ടൻ ഉണ്ടാകുന്ന അവസരങ്ങളിൽ മുമ്പ് എപ്പോഴും ഇവിടെ സജീവമായിട്ട് ഈ ഗ്രാമത്തിലെ കടകളിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഫാൻസി സ്റ്റേഷനറി ഷോപ്പുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആ കാലഘട്ടത്തിൽ സത്യേട്ടൻ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ കടയിൽ വരും, രോഗം പറയും, പത്രമൊക്കെ വായിക്കും. അങ്ങനെ സത്യേട്ടനെ പറ്റി അന്ന് വലിയൊരു ഇതൊന്നും സത്യേട്ടൻ അങ്ങനെ ഞാൻ വലിയൊരാളാണെന്നുള്ള ധാരണയൊന്നുമില്ല. സാധാരണക്കാരനായിരുന്നിട്ട് സത്യേട്ടൻ പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാർ പിന്നെ ഈ സത്യേട്ടനെ പറ്റി കൂടുതൽ അറിയുന്നത് ആ സന്തോഷ് ട്രോഫിയിൽ സത്യേട്ടൻ കളിച്ച് സന്തോഷ് ട്രോഫി കേരളത്തിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നേടിക്കൊടുത്തൊരു അവസരത്തിൽ ഗംഭീര സ്വീകരണം സത്യേട്ടനോട് ജന്മമാണ് നൽകിയിരുന്നത്. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. കാരണം അത് എനിക്ക് വർഷമൊന്നും ഓർമ്മയില്ല, എങ്കിലും ഞാനതിൽ പങ്കാളികളായിരുന്നു. നമ്മൾ നാട്ടുകാർ നിലവാരത്തിൽ പോയതാണ്. സത്യന്റെ സുഹൃത്തുക്കളും നാട്ടുകാർ നിലവാരത്തിൽ ഞങ്ങളൊക്കെ തലശ്ശേരിയിൽ നിന്നൊരു സ്വീകരണം റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരുപാട് വാഹനങ്ങൾ കൂടുതലാകുമ്പോഴേ അത്രയും വലിയൊരു സംഭവം മേക്കുന്ന ഈ കുഗ്രാമത്തിൽ നടന്ന അന്ന്. അങ്ങനെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത് മേൽപ്പനിലെത്തിയപ്പോഴാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ജനങ്ങൾക്കൊരു കൗതുകം. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വട്ടപ്പുറത്ത് നമ്മുടെ ഗോപാലട്ടൻ്റെ പോലീസുകാരൻ ഗോപാലട്ടനെ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഗോപാലട്ടൻ്റെ മോൻ ഇന്ത്യൻ ക്യാപ്റ്റനിൽ കളിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ ട്രോഫി നേടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്, നമ്മൾ സത്യേട്ടൻ നമ്മുടെ ഗോപാലട്ടൻ്റെ മോൻ ഇത്രയും വലിയൊരു ആളാണ് എന്നുള്ളത് ഇത് മേക്കുന്നിലെ ജനങ്ങൾ അറിയുന്നത് ആ സമയത്തായിരുന്നു. മേക്കുന്ന് VP സത്യൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ, കായിക പ്രേമിയും ഖത്തർ സഫാരി ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ K സൈനുൽ ആബിദിനാണ്. ലോകം മുഴുവൻ ഫുട്ബോളിന്റെ മാസ്മരിക ലഹരിയിൽ മുഴുകി നിൽക്കുമ്പോഴും മലയാളിക്ക് നെഞ്ചിലൊരു വിങ്ങലായി അവശേഷിക്കുന്ന ഒരു പേരുണ്ട്, VP സത്യൻ. നമ്മൾ സ്വന്തം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പിറവിയെടുത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അമരക്കാരനായി മാറിയ ആ ഇതിഹാസ നായകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ വരുന്ന ജൂലൈ 18-ന് 2 പതിറ്റാണ്ട് തികയുകയാണ്. കളിക്കളത്തിലെ പോരാട്ടവീര്യം കൊണ്ടും പ്രതിരോധ നിരയിലെ അസാമാന്യമായ കരുത്തുകൊണ്ടും ഇന്ത്യൻ കാൽപന്ത് കളിയുടെ ഹൃദയമിടിപ്പായി മാറിയ ക്യാപ്റ്റൻ VP സത്യൻ ഇന്നും ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചിലെ കെടാവിളക്കാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ മൈതാനങ്ങളിൽ പന്തുരുത്തി തുടങ്ങിയ സത്യൻ പിന്നീട് സന്തോഷ് ട്രോഫിയിലൂടെയും ഇന്ത്യൻ ദേശീയ ടീമിലൂടെയും രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുകയായിരുന്നു. പ്രതിരോധ നിരയിൽ എതിരാളികളുടെ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തിയ ആ കരുത്തൻ കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ വികാരമാണ്. ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ VP സത്യൻ്റെ നേട്ടങ്ങൾ കേവലം ചരിത്രത്താളുകൾ ഒതുങ്ങുന്നതല്ല. കല്ലിക്കണ്ടി NAM കോളേജിലെ കായിക വിഭാഗം മേധാവിയായ വിരമിച്ച ഡോക്ടർ MK മധുസൂദനനാണ് വർക്കിംഗ് ചെയർമാൻ. K സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയും RV രാജേഷ് ട്രഷററുമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ മനോഹരമായ പ്രതിരോധങ്ങൾ ബാക്കിയാക്കി മഴ തിമിർത്ത് പെയ്ത 2006 ജൂലൈ 18-നാണ് VP സത്യൻ എന്ന അതുല്യ പ്രതിഭ ഇന്ത്യക്ക് നഷ്ടമായത്. VP സത്യന്റെ ഓർമ്മകൾ ചേർത്ത് വെച്ച് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഏറെ ചർച്ചയായിരുന്നു. ജയസൂര്യായിരുന്നു ആ സിനിമയിൽ VP സത്യനായി അഭിനയിച്ചത്. VP സത്യന്റെ ഭാര്യ അനിതയും മകൾ ആദരയും ഇപ്പോൾ കാനഡയിലാണ് താമസം. സമഗ്ര ന്യൂസ്, കണ്ണൂർ.